അടിയുറച്ച കോൺഗ്രസ്സുകാരിയായിരുന്നില്ലേ ജിസ്മോളുടെ കുടുംബവും? തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ടിക്കറ്റിലാണ് അവിടെ അമ്മ ജയിച്ചത്. അമ്മയ്ക്ക് ഇത് ആക്സിഡൻറ്റ് പറ്റിയത് പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോഴാണ്. ഇവിടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ കോൺഗ്രസ് കുടുംബമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ സകല നേതാക്കന്മാരും ഇങ്ങേറ്റം ആൻ്റണി സാറ് എല്ലാവരും വന്ന് ഇവിടെ നിർബന്ധിച്ച്, ഉമ്മൻചാണ്ടി സാറ് എല്ലാവരും വന്ന് അവിടെ വരാത്തവരാരുമില്ല. അവിടെ അമ്മ മരിച്ചപ്പോൾ അന്നേരം ഇവളോട് നിർബന്ധിച്ച് നിൽക്കണം. അവിടെ ഒരു ബൈ ഇലക്ഷൻ വരുവാണ്, കോൺഗ്രസ് ജയിക്കണമെങ്കിൽ ഇവള് തന്നെ നിൽക്കണം. അത് ത്രികോണ മത്സരം, ഭയങ്കര മത്സരമായിരുന്നു. 300 വോട്ടിനാണ് ഇവിടെ ജയിച്ചത്, ഭൂരിപക്ഷം. അത്രയും നല്ല ജയിച്ചതാണ്. പക്ഷേ എന്നാ ചെയ്യുന്നത്, അത് പഞ്ചായത്ത് പ്രസിഡൻറ്റുമായി. പക്ഷേ എന്താ ചെയ്യുക, ആർക്കും ഇപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ആർക്കും പാർട്ടിക്കാർക്കൊന്നും ഇതില്ല. ജീവിച്ചിരിക്കുന്നവരുടെ കൂടെയാണ് പാർട്ടിക്കാർ നിൽക്കുന്നത്. അച്ഛാ, ജിസ്മോളുടെ ഈ ഒരു നീതിക്കായുള്ള പോരാട്ടം എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ സംസാരിക്കേണ്ടായി, സ്വർഗത്തിലിരുന്ന് ഇത് നീതി നടപ്പാകുന്നുണ്ടോ എന്ന് ജിസ്മോളും മക്കളും നോക്കുന്നുണ്ടാകും എന്നൊരു സാങ്കല്പികമായി ഒരാൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനൊരു സ്വർഗീയമായ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്ത് തോന്നുന്നു ഈ ഒരു യാത്രയിൽ, ഈ നീതിക്കായുള്ള യാത്രയിൽ എന്താണ് തോന്നുന്നത് അച്ഛാ? നീതി കിട്ടുമെന്നാണ് എൻ്റെ വിചാരം. ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഇതിന് നീതി കിട്ടും, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പോലീസിൻ്റെ ഈ ഒരു ഇടപെടൽ നീതിക്കായുള്ള ഈ പോരാട്ടത്തിൽ ഒരു വേലങ്ങതടിയായെന്നുണ്ടെന്ന് പറയുന്നത്, പന്തൽ വരെ പൊളിക്കുന്ന ഒരു സമീപനം നിങ്ങൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മനസ്സിനെ തളർത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും നടന്നു. പക്ഷേ എന്നാലും എനിക്ക് ദൈവത്തിലൊരു വിശ്വാസമുണ്ട്, ഇത് നീതി കിട്ടും, അങ്ങേയറ്റം വരെ ഞാൻ പോകും. എനിക്കല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, നീതിപീഠത്തിന് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ആ ദിവസങ്ങളൊന്ന് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. എത്രത്തോളം ദുരൂഹമായിരുന്നു അത്, അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാമോ? എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ചാച്ചൻ, അവിടുത്തെ ചാച്ചൻ പറഞ്ഞ പോലീസിന് കൊടുത്ത മൊഴി എന്താണെന്ന് ചോദിച്ചാൽ, തിങ്കളാഴ്ച ജിസ്മോൾ മരിക്കാൻ തുടങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച, അതായത് 10 മണിയായപ്പം കാരിത്താസിലിരുന്ന് പറയുകയാണ്, ചൊവ്വാഴ്ച 10 മണിയായപ്പം കാരിത്താസിൽ ഞാൻ ചെല്ലുമ്പോൾ വീട്ടിൽ 3 ആത്മഹത്യ നടന്നിരിക്കും എന്ന് പറയുന്ന ചാച്ചന് സ്വന്തം മകളല്ലേ, മകൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ മകളായിട്ട് വേണ്ടേ കൂട്ടാൻ. അപ്പോൾ ഈ ചാച്ചൻ എന്താ സ്വന്തം മകളെ, ഇങ്ങനെയുള്ള ഒരു മകളെ കൂട്ടിക്കൊണ്ട് കാരിത്താസിലോട്ട് പോകണം, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ തിങ്കളാഴ്ച എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടാൽ പോരെ? ഇങ്ങനെ എനിക്കൊരു വോയിസ് മെസ്സേജ് മകൾക്ക് അയച്ച പോലെ എനിക്കൊരു വോയിസ് മെസ്സേജ് ഇല്ല, ചാച്ച അല്ലെ തോമസ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മകളെ കൂട്ടിക്കൊണ്ട് പോരുകയല്ലേ? അല്ലേ ഞാൻ മകളോട് സംസാരിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പ്രശ്നം തീരുകയല്ലേ? അപ്പോൾ ഇവൾ ആത്മഹത്യ ചെയ്തോട്ടെന്നാണോ ചാച്ചൻ്റെ ധാരണ ഇരുന്ന്, അവരുടെ വിചാരം ഇരുന്ന ചാച്ചൻ മകളായിട്ട് ഇവളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം മകളായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മകനും കൊച്ചും മക്കളോട് ആത്മഹത്യ ചെയ്തോട്ടെ എന്നാണോ ചാച്ചൻ്റെ തീരുമാനം? ചാച്ചൻ പറഞ്ഞത് എന്നാ, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ 3 ആത്മഹത്യ നടന്നിരിക്കും എന്ന് ചാച്ചൻ അറിയാമെങ്കിൽ ചാച്ചനത് എന്നോട് പറയണ്ടേ? അല്ലെ ചാച്ചനത് പ്രൊട്ടക്റ്റ് ചേർത്ത് പിടിക്കണ്ടേ മകളെയും കൊച്ചുമക്കളെ? വേണ്ടേ? അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ നീതി ഞാൻ ചോദിക്കുന്ന ജനത്തിനോട് ചോദിക്കുന്ന അതേ ഉള്ളൂ, നീതി കിട്ടണം എനിക്ക്.